10,000 മീറ്റർ ഉയരത്തിൽ പറന്നുകൊണ്ടിരുന്ന വിമാനത്തിന്റെ കോക്പിറ്റിലെ വിൻഷീൽഡ് പെട്ടെന്ന് പൊട്ടി. ക്യാപ്റ്റൻ ഉടൻ തന്നെ അപകടം തിരിച്ചറിഞ്ഞു. ഗ്രൗണ്ട് കൺട്രോളിനെ അടിയന്തരാവസ്ഥ അറിയിച്ച് മടങ്ങാൻ അനുമതി ചോദിച്ചു. എന്നാൽ അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞയുടനെ മുഴുവൻ വിൻഷീൽഡും തകർന്നു. ശക്തമായ കാറ്റിന്റെ ശക്തി സഹ പൈലറ്റിനെ ജനാലയിലൂടെ പുറത്തേക്കെറിഞ്ഞു. അതേസമയം തകർന്ന ഗ്ലാസിന്റെ കഷ്ണങ്ങൾ 2 എഞ്ചിനുകളിലേക്കും പറന്നുയർന്നു. അവ പ്രവർത്തനരഹിതമായി. ശക്തമായ കാറ്റ് കോക്പിറ്റ് വാതിലും തുറന്നു. ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റ് നിലത്ത് വീണു. അപകടകരമായ സാഹചര്യമുണ്ടായിരുന്നിട്ടും ഫ്ലൈറ്റ് അറ്റൻഡറുകൾ യാത്രക്കാരെ ശാന്തരാക്കുകയും ഓക്സിജൻ മാസ്കുകൾ ധരിക്കാൻ സഹായിക്കുകയും ചെയ്തു. അതേസമയം സഹ പൈലറ്റിന്റെ ശരീരം ജനാലയിലൂടെ പകുതി പുറത്തേക്ക് തൂങ്ങിക്കിടക്കുകയായിരുന്നു. ക്യാപ്റ്റൻ അദ്ദേഹത്തെ അകത്തേക്ക് വലിച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ സാഹചര്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു. പരിഭ്രാന്തരാകുന്നതിനു പകരം വിമാനം സ്ഥിരപ്പെടുത്തുന്നതിലും ഉയരം കുറയ്ക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിമാനം വേഗത്തിൽ വീഴുകയായിരുന്നു. ഇത് തുടർന്നിരുന്നെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ അത് മഞ്ഞുമൂടിയ പർവ്വതങ്ങളിൽ ഇടിച്ചു വീഴുമായിരുന്നു. ക്യാപ്റ്റൻ പൂർണ്ണ ശ്രദ്ധയോടെ വിമാനം നിയന്ത്രിക്കുകയും അവസാനം അത് മുകളിലേക്ക് വലിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു. ശക്തമായ ആഘാതത്തിൽ സഹ പൈലറ്റ് തന്റെ സീറ്റിലേക്ക് വീണു. അതേസമയം അതിയായ വേദന സഹിച്ചുകൊണ്ട് ദുരിതാശ്വാസ ക്യാപ്റ്റൻ യാത്രക്കാരുടെ സഹായത്തോടെ കോക്പിറ്റിലെത്തി ഉടൻ തന്നെ വാതിലടച്ചു. തുടർന്ന് അദ്ദേഹം പൈലറ്റുമാരോട് ഓക്സിജൻ മാസ്കുകൾ ധരിക്കാൻ ആവശ്യപ്പെടുകയും അടിയന്തര ദുരിത കോഡ് അയക്കുകയും ചെയ്തു. സിഗ്നൽ ലഭിച്ചയുടനെ ഗ്രൗണ്ട് കൺട്രോൾ എല്ലാ വിമാനങ്ങളും നിർത്തി അടിയന്തര ലാൻഡിങ്ങിനായി റൺവേ ക്ലിയർ ചെയ്തു. പോലീസ്, മെഡിക്കൽ ടീമുകൾ, അഗ്നിശമന സേനാംഗങ്ങൾ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരും ഉടൻ തന്നെ തയ്യാറായി. പക്ഷേ പ്രശ്നം ഇനിയും വന്നിട്ടില്ല. മുന്നിൽ ഒരു വലിയ ക്യുമുലോനിംബസ് മേഘമുണ്ടായിരുന്നു. യാത്രക്കാരെ കൂടുതൽ ഭയപ്പെടുത്തി ക്യാപ്റ്റൻ മേഘങ്ങളുടെ അരികിലൂടെ പറക്കാൻ തീരുമാനിച്ചു. ശരിയായ നിമിഷത്തിനായി കാത്തിരുന്നുകൊണ്ട് വിമാനം മേഘങ്ങൾക്ക് പുറത്ത് വട്ടമിട്ട് പറന്നു. ഒരു ചെറിയ വിടവ് പ്രത്യക്ഷമായ ഉടനെ ക്യാപ്റ്റൻ വിമാനം നേരിട്ട് മേഘങ്ങളിലേക്ക് തിരിച്ചു. ചുറ്റും ഇരുണ്ട മേഘങ്ങൾ, മിന്നലുകൾ, ആലിഹണി എന്നിവ പെയ്യാൻ തുടങ്ങി. മേഘങ്ങളിലെ വിടവടഞ്ഞു. വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി. വിമാനം തകർന്നുവെന്ന് ഗ്രൗണ്ട് കൺട്രോൾ കരുതി. എന്നാൽ നിമിഷങ്ങൾക്കകം മേഘങ്ങൾ മുറിച്ചു കടന്ന് വിമാനം വീണ്ടും പ്രത്യക്ഷമായി. എല്ലാവരും ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു. പക്ഷേ പിന്നീട് മുന്നിൽ ഉയർന്നതും മഞ്ഞുമൂടിയതുമായ ഒരു പർവ്വതം പ്രത്യക്ഷമായി. ക്യാപ്റ്റൻ ഉടൻ തന്നെ വിമാനം മുകളിലേക്ക് വലിച്ചു. അവസാനം അത് മല മുറിച്ചു കടന്നു. 3 ക്യാപ്റ്റന്മാരുടെ ശ്രമഫലമായി വിമാനം പതുക്കെ താഴേക്കിറങ്ങി. അത് റൺവേയിലൂടെ നേരെയാക്കി സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ഭയന്ന് വിറച്ച യാത്രക്കാർ അതിയായി സന്തോഷിച്ചു. 2018 നടന്ന ഒരു യഥാർത്ഥ സംഭവമായിരുന്നു ഇത്.